എൻ്റെ പേര് രാധാകൃഷ്ണൻ. ക്രൈസ്റ്റ് പ്ലസ് യൂട്യൂബ് ചാനലിനോട് എൻ്റെ സാക്ഷ്യങ്ങളെ ബോധിപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്നേക്ക് ഒരുക്കിയ ആ നല്ല ദിനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ധാരാളമായി സകലരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുവാനുള്ളത് എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. മുൻകാലത്തെ ഞാൻ ജീവിച്ചു വന്ന് അതിലൊന്നോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാം ചന്തവും ഉചിതവുമായി എൻ്റെ ജീവിതത്തിൽ നടന്നു വന്ന ഒരു സാക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഞാനതിന്ന് ഒരു കള്ളത്തനവും പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല, പറയേണ്ട ആവശ്യവുമില്ല. ദൈവത്തെ സാക്ഷി നിർത്തിയാണ് എൻ്റെ സാക്ഷ്യങ്ങളെ ഈ യൂട്യൂബ് ചാനലിനോട് ഞാൻ ബോധിപ്പിക്കുന്നത്. ദൈവസന്നദ്ധിയിലും ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നും മുന്നമേ പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ഞാൻ ജീവിച്ച് വളർന്ന സ്ഥലമാണ് ഈ ചെമ്പരത്തിവിള ദേശമെന്ന് പറഞ്ഞ തൊഴുക്കൽ, തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ തൊഴുക്കൽ ദേശത്ത് ചെമ്പരത്തിവിള ദേശത്ത് പാർത്ത് വന്ന ഒരു കുടുംബമായി. മുൻകാലങ്ങളിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി ജീവിച്ച ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. ആർക്കും വേണ്ടാത്തവരെയാണല്ലോ എൻ്റെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല തേടി വന്നത്, ഞാൻ പാപികളെ തേടി വന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് എനിക്ക് പറയുവാൻ കഴിയും. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അതിർവിട്ട ജീവിതമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ഞാൻ അടിമപ്പെട്ടു ബിസിനസ് ഒക്കെ ചെയ്തു വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചാരായം പാറ്റുകയും ചാരായം ഒഴിക്കുകയും ആൾ നിർത്തി ഒഴിക്കുകയും ഈ ദേശത്ത് തന്നെയാണ് അതൊക്കെ തിളർന്നു വന്നു. അങ്ങനെ പല കേസ്, എൻ്റെ കാലിലെ വിരലോ കയ്യിലെ വിരലോ എണ്ണിയാൽ പറ്റാത്ത അപ്പുറം എൻ്റെ പേരിന് കേസുകളുണ്ടായിട്ടുണ്ട്. ജയിൽവാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇതിന് പറയുന്നത് ജയിലിൽ തന്നെയും കഞ്ചാവിൻ്റെ ബിസിനസ്സുകൾ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തു വന്ന പൈസ ഉണ്ടാക്കുവാൻ വേണ്ടി പല മാർഗങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം എന്നെ വിട്ട് ഓടിപ്പോവാൻ കടന്നുപോയി. ഒരു രൂപ പോലും സമ്പാദിക്കാൻ അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല. ദൈവം തന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴില്ല. ദൈവത്തിന് അത്രത്തോളം ഞാൻ മഹത്വം കൊടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും, കുഞ്ഞുനാളിലെ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട തെരുവിൽ വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു വിദ്യാഭ്യാസമോ, സ്കൂളിൻ്റെ വരാന്ത കണ്ടത് 3ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൻ്റെ വരാന്ത കണ്ടത് അങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു നേരത്തെ ഉപ്പുമാവ് കഴിക്കുവാൻ മാത്രം വേണ്ടി നെയ്യാറ്റിൻകര JBS സ്കൂളിൽ 3ാം ക്ലാസ് വരെ പഠിച്ചവനാണ് ഞാൻ. അന്നൊരു നേരത്തെ ആഹാരം കിട്ടും, അതിനു വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്നൊരു പതിവായിരുന്നു. അങ്ങനെ വളർന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരാണും ഞാൻ മൂത്തതാണ്, ഇളയത് എൻ്റെ ഒരു സഹോദരിയാണ്. എൻ്റെ ജീവിതം വഴിതെറ്റുവാൻ കാരണമായി തീർന്നത് എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എത്ര പ്രായമുണ്ടെന്ന് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. 25 പൈസ എൻ്റെ അമ്മ ഒരു ചെറിയ കുടുക്കയിൽ ഇട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് 23 പൈസ എൻ്റെ സഹോദരി എടുത്തിട്ട് കട്ടുകൊണ്ടുപോയി. ഞാൻ 2 പൈസ എടുത്തിട്ട് പോയി. ഈ 23 പൈസ എടുക്കുന്നത് അനിയത്തി ഞാനറിയുന്നില്ല, ഞാൻ 2 പൈസ എടുക്കുന്നത് എൻ്റെ അനിയത്തി അറിയുന്നില്ല. അങ്ങനെ അവൾ സ്കൂൾ വിട്ട് നേരത്തെ വന്നു. അമ്മ അവളോട് ചോദിച്ചു, മക്കൾ പൈസ എടുത്തോ? എല്ലാവർക്കും അങ്ങനെയാണല്ലോ, പെൺമക്കളുടെ അടുത്തല്ലേ കൂടുതൽ സ്നേഹം. അവൾ പറഞ്ഞ് എടുത്തില്ല, അത് ചേട്ടൻ എടുത്ത് കാണും എന്ന് ഞാൻ പറയുവാനിടയായി. അങ്ങനെ അമ്മ, അപ്പോൾ ഞാൻ വിശ്വസിച്ച് ഞാൻ തന്നെ എടുത്തിട്ട് പോയി. അങ്ങനെ സ്കൂളിൽ പോയിട്ട് എൻ്റെ സ്ലേറ്റാന്ന് കൊണ്ടുവന്ന് റൂമിൽ വെച്ചിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. ചെന്ന് നോക്കിയപ്പോൾ അമ്മ അന്ന് ദോശ ഇളക്കുന്ന ഒരു ചട്ടുകം, ഇരുമ്പ് ചട്ടുകങ്ങളാണ്, അത് ഒന്നെടുത്ത് തിരിച്ച് അടുപ്പിലേക്ക് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കുകയാണ്. കുടിക്കാൻ ഗോതമ്പ് കഞ്ഞി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അത് കുടിക്കുവാൻ വേണ്ടി കാച്ചിക്കൊണ്ടിരിക്കുന്ന അതിൽ ആ അടുപ്പിൽ ഈ ചട്ടും എടുത്ത് തിരിച്ചിട്ടിരുന്നു. എന്നോടൊരു വാക്ക് ചോദിക്കാതെ എൻ്റെ അമ്മ ആ തീക്കനലോടെ എടുത്ത് എൻ്റെ കാലിൻ്റെ ഇടത് ഭാഗത്ത് ഈ വെച്ചു തേച്ച് വന്നു. ഇനി മോട്ടിക്കോടാന്ന് കേട്ട്. അവരെന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ
അല്ലെങ്കിൽ ഞാൻ എടുത്തതിന് അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, എനിക്കൊരു നല്ലൊരു ഗുണദോഷം തന്നിരുന്നുവെങ്കിൽ, മകനെ ഇനി ചെയ്യരുത് എന്ന് എൻ്റെ അമ്മ എന്നോട് ആശ്വാസമാക്കി പറഞ്ഞ് അവരെന്നെ മാറോട് ചേർത്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വഴിതെറ്റി പോകാനിടയാകില്ല. അങ്ങനെ ആ ചൂടും ആ പൊള്ളൽ ഏറ്റും കൊണ്ട് ആ 3-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇറങ്ങി ഓടി. അത് ആലിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓടുന്നത് എൻ്റെ അമ്മയുടെ ഇളയ സഹോദരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവർക്കൊക്കെ സന്തോഷമുണ്ടായി. അവർക്കും 2 ആമക്കളാണ്. അവർക്ക് കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. അവരെ മക്കളെ സ്കൂളിലേക്ക് അയക്കും. എന്നെ ഈ കാണുന്ന കൊടുതൂക്കി മല എന്ന് പറയുന്നത്, മുണ്ടിത്താന്നി മല, കടുവാക്കുഴി മല, ഇങ്ങനെ നമ്മൾ പാർക്കുന്ന മലകളുണ്ട്. അവിടെയൊക്കെ പോയി കുഴ പറിക്കുക. രാവിലെ പഴങ്കഞ്ഞി തരും, അതും കുടിച്ചും കൊണ്ട് കുഴ പറിക്കാൻ പോകും. കുഴ പറിച്ചു കൊണ്ട് കൊടുക്കുന്നതാണ് എൻ്റെ ജോലി ആട്ടിന്. അവർക്ക് 2-4 ആടുണ്ടായിരുന്നു. അവരെ മക്കളൊക്കെ പഠിക്കാൻ പോകും. എന്നാൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇച്ചിരി തലപൊക്കി വന്നപ്പോൾ ചെമ്പരത്തിവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജൂനിയൻ ഉണ്ടായി. ആ ജൂനിയന് വേണ്ടി എന്നെ വിജയൻ എന്ന് പറയുന്ന ഒരാൾ എന്നെ കൈക്ക് വലിച്ച് തറയിൽ കൂടെ ഇഴച്ച് അവരെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പേരൊക്കെ എഴുതി ആ യൂണിയനിൽ ചേരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ കൊടി പൊട്ടിക്കുവാനും മരത്തിൽ കയറി ഒട്ടിക്കുവാനുമൊക്കെ കെട്ടുവാനൊക്കെ നടന്ന ഒരു കാലഘട്ടം. അങ്ങനെ കൊടി പിടിച്ച് വന്നപ്പോൾ പിന്നെ കൊടി കെട്ടുന്നത് ജാഥയ്ക്കൊക്കെ പോകുമ്പോൾ, അന്ന് തിരുവനന്തപുരത്തൊക്കെ ജാഥയ്ക്ക് പോകുമ്പോൾ വലിയ ലാറിയിലൊക്കെ ഇവിടെ നിന്നൊക്കെ പോകുന്നത്. അങ്ങനെ കുറുതടിയ വലിയ കമ്പുകൾ വെച്ച് കെട്ടിയ കൊടി പിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കൊടിയല്ല നമുക്കൊരായുധമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അത് വെച്ച് മറ്റുള്ള തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നൊരു ശീലമുണ്ടായിരുന്നു. ഒരു ജാഥയ്ക്ക് പോയാൽ ഒരു മനുഷ്യൻ അടിക്കാതെ വീട്ടിൽ വന്ന് കയറത്തില്ല. വീടില്ല, പാർട്ടി ഓഫീസിൽ വന്ന് കയറത്തില്ല. അങ്ങനെ ജീവിതത്തിൽ നടന്ന് നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ടാത്ത കൊള്ളരുതാത്ത ജീവിതങ്ങൾ കാഴ്ചവെച്ച് പോയ ഒരു കാലഘട്ടങ്ങൾ. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചത്. ചുരുക്കി പറയുക, അങ്ങോട്ടൊന്നും പറയുന്നില്ല. വിവാഹം കഴിച്ചു. ഇനിയെങ്കിലും ഞാൻ നേരെയാകും എന്ന് പലരും ചിന്തിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷവും ജീവിതം താളം തെറ്റിയ താരാട്ട് പോലെ വീണ്ടും ദോഷത്തിലേക്ക് തന്നെ വീണ്ടും എൻ്റെ ജീവിതം നയിക്കുവാനിടയായി. എല്ലാവരും വിചാരിച്ചു എന്നെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ചിലർ രാധാകൃഷ്ണൻ എന്ന് വിളിക്കും, തുളസി എന്ന് വിളിക്കും, പല പേരിലൊക്കെ എന്നെ അറിയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിവാഹം കഴിച്ചു വന്നു. എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചത്. അവളൊരു പാവമാണ്. വിവാഹം കഴിച്ചതിന് ശേഷവും പലരും ചെന്ന് പറഞ്ഞു അവരോട്, കണ്ണൻ്റെ കൂടെ നിങ്ങളെ മകളെ അയക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവരാരും അത് ചിന്തിച്ചില്ല. അവൾക്കും ഇഷ്ടമായിരുന്നു എന്നോടൊപ്പം ജീവിക്കുവാൻ. കുറച്ച് ദിവസമൊക്കെ ജീവിതത്തിൽ നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങളിലേക്കൊക്കെ പോയി. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സമാധാനം കൊടുക്കുവാനോ സന്തോഷം കൊടുക്കുവാനോ ജീവിതമെന്തെന്ന് പോലും അറിയാതെ ഉള്ള കാലഘട്ടങ്ങളിൽ ആരും ചോദിക്കാനില്ല, പറയുവാനില്ല. ജീവിതമൊക്കെ അങ്ങനെ നശിച്ച ഒരു ജീവിതമായിരുന്നു. അങ്ങനെ എനിക്ക് 2 മക്കളൊക്കെ ജനിക്കുവാനിടയായി. വീട്ടിൽ കിടന്നുറങ്ങുന്നത് പതിവ് കുറവായിരുന്നു. റബ്ബർ തോട്ടവും ആറ്റിൻ്റെ ഇറമ്പും പോലീസല്ലേ, അവരെ ഭയന്ന് എപ്പോഴെങ്കിലുമൊക്കെ രാത്രികളിലൊക്കെ വീടുകളിലൊക്കെ വരും, മടങ്ങിപ്പോവും. എങ്ങനെയായിരുന്നാലും വീട്ടുകാർ പട്ടിണി കിടക്കാൻ ഒരു സാഹചര്യവും അനുവദിച്ചിട്ടില്ല. എവിടെ കൂടെ ആയാലും പണം വരും, അവരെ കഴിക്കുവാനുള്ള ആഹാരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ജീവിച്ചു പോയ കാലഘട്ടം. അവിടുന്ന് 2 മക്കളായി, കൊച്ചുമക്കളാണ്. അങ്ങനെ ഇരിക്കെ ദോഷത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഒരു കേസ് എന്നെ വല്ലാതെ കയറി മുറുകെ പിടിച്ചു. അജിത എന്ന് പറഞ്ഞൊരു ജഡ്ജിയാണ് എന്നെ ശിക്ഷിച്ചത്. അതിനെനിക്ക് 4.5 സെൻറ്റും വീടും, അതും ഞാൻ ദുഷ്പ്രവൃത്തിയിൽ കൂടെ നേടിയെടുത്തൊരു വീടായിരുന്നു. 4.5 സെൻറ്റും വീടും, ഒരു പൈസയും ഇല്ലാതെ അങ്ങനെ എടുത്തിരുന്നൊരു വീടാണ്. അങ്ങനെ ഇരിക്കെ ആ വീട് ഞാൻ വിൽക്കുവാനിടയായി തീർന്നു. ആ
ആ വീട് വിറ്റ് ഈ ഒരു കേസ് പറയുവാൻ സാധിച്ചില്ല. ആ കേസിൽ എന്നെ ശിക്ഷിക്കുവാനിടയായി തീർന്നു. വീടും പോയി, സകലം നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ തെരുവിലായി, കിടക്കുവാൻ ഇടമില്ലാതായി. അങ്ങനെ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നത് ഞാൻ നന്നല്ല എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഈ ഭൂമിയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം ഞാൻ തീരുമാനിച്ചു. ആർക്കും വേണ്ടാത്ത എന്നെ ഇനി എന്തിന് ഞാൻ ജീവിക്കണം? തിരുവചനം പറയുന്നു, ഏത് ദുഷ്ടനും ഹൃദയത്തിൽ പാപമോചനമുണ്ടെന്ന്. എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ ഹൃദയത്തിൽ പാപമോചനമുണ്ട്. ഞാൻ ആ മനുഷ്യൻ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഉപദ്രവിച്ചല്ലോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. എങ്കിലും നേരായ പാതയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും എനിക്കത് സാധിക്കുന്നില്ല. എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുടുംബത്തെ നന്നായി പോറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മദ്യത്തിൻ്റെ ലഹരിയിൽ വരുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല വേറൊരാളായിട്ടാണ് ജീവിക്കുന്നത്. സ്വഭാവം മാറും. ഭാര്യയെടുത്ത് പറയും, ഇനി ഞാൻ കുടിക്കില്ല, നോക്കാം എന്നൊക്കെ. വീണ്ടും വൈകിട്ടാകുമ്പോൾ ഗതി ഇത് തന്നെയാണ്. അങ്ങനെ കുടിക്കാതിരിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമായി. രാവിലെ പല്ല് തേക്കണമെങ്കിൽ, ടങ് ക്ലീനറെടുത്ത് നാക്ക് പഠിക്കണമെങ്കിൽ പറ്റില്ല, മദ്യം വേണം. വിളകളിൽ തോണ്ടിത്താത്ത് കുഴിച്ചിട്ടേക്കും. രാവിലെ ചെന്ന് രണ്ടിനൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് കുടിച്ചും കൊണ്ടാണ് തിരിച്ചു വന്ന് പല്ല് തേക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടം. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് ഇനി മാറ്റപ്പെടുന്നതല്ലാതെ മാർഗമില്ല എന്ന് ജീവിതത്തിൽ തോന്നി. എൻ്റെ ഭാര്യ എന്നെ തേടി ഒരിക്കൽ വന്നപ്പോൾ, അവളെ വീട്ടിൽ നിന്നാണ് വന്നത്. വെമ്പായത്തെ വീട്, കന്യാകുളങ്ങര. വന്നപ്പോൾ എനിക്ക് സഹിച്ചില്ല. അവളെ സഹോദരന്മാരുമായിട്ടാണ് രണ്ടുപേരായിട്ട് വന്നത്. അവർ പാവങ്ങളാണ്, രണ്ട് സഹോദരന്മാരും പാവങ്ങളാണ്. എന്നോടൊപ്പം എൻ്റെ മുമ്പിൽ നൂന്ന് നിൽക്കുവാൻ അവർക്ക് അന്നും കഴിയില്ല. ഇന്നും അവരെൻ്റെ മുമ്പ് നിൽക്കാറില്ല. സ്നേഹത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അവരൊക്കെ വന്നപ്പോൾ എനിക്ക് സഹിച്ചില്ല. എൻ്റെ ഭാര്യ അറിയാതെ എൻ്റെ ഭാര്യ നിൽക്കുന്നിടത്ത് ചെന്ന് കാല് തൊട്ട് തൊഴുതിട്ട് ഓടുക. വിഷം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കുക, മരിക്കുക. അങ്ങനെ കഴിച്ചു. അതിനു മുമ്പേ എൻ്റെ മാമി പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് അതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിക്കുമോ മാമി എന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്യും. അങ്ങനെ അവർ ചെമ്പരത്തി വിളയിൽ ഒരാൾ എന്നെ ചതിച്ചു. അങ്ങനെ ഞാൻ വിഷവും കഴിച്ചു. ഇടുപ്പിൽ പിച്ചുവായിട്ട് ഒരു കുരിശടിയുണ്ട്. കുരിശടിയുടെ സ്ഥലം നീക്കുക. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അങ്ങേരെയും കുത്തണം. ഞാൻ എന്തായാലും മരിക്കാൻ പോകുകയാണ് എന്നുള്ള ലക്ഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങിയില്ല. ഞാൻ നിൽക്കെ എനിക്ക് ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുക, താഴോട്ട് ആറ്റിൻ്റെ ഇറമ്പിലോട്ട് നടക്കാൻ പോവാം എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മാമി പള്ളിയിൽ പോയിട്ട് വരികയാണ്. അവർ TPM ചർച്ചിൽ പോകുന്നവരാണ്. എൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ എന്നോട് എടുത്ത് ചോദിച്ചു, കണ്ണാ എന്ത് നീ വിഷമെല്ലാം കഴിച്ചാ? മറുപടി പറഞ്ഞില്ല. അത് പറഞ്ഞ ഉടനെ ഞാൻ ഓടുമ്പോൾ ഇവർ നിലവിളിച്ചു. മറ്റുള്ളവരൊക്കെ വന്നു ഓട്ടിച്ചിട്ട് എന്നെ പിടിച്ചു നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴുകി നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അവരും ചെയ്യാനുള്ള എല്ലാം ചെയ്തു. ബോധമില്ല, മെൻ്റലായി. 3ൻ്റെ അന്ന് അവിടെ നിന്ന് ഭ്രാന്തനായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 16-ാം വാർഡിലെ അന്ന് മോർച്ചറിയോട് അടുത്തിരിക്കുന്നതാണ്. മരിച്ചാൽ അടുത്ത അപ്പുറത്താക്കാൻ കിടക്കുന്നുള്ള മരിച്ചവർ കിടക്കുന്ന റൂമിലാണ് എന്നെ ഇട്ടുന്നത്. മരിച്ചില്ല, മരിച്ചവർ കിടക്കുന്ന ആ റൂമിലാണ് എന്നെ ഇട്ടുന്നത്. എന്തായാലും മരിച്ചു പോകും എന്ന് ഡോക്ടർ വിധി എഴുതി അവിടെ ഇട്ടിരിക്കുന്നു. എൻ്റെ ഭാര്യയും അതൊക്കെ പിന്നെ ശുശ്രൂഷിക്കുവാൻ അടുത്തുണ്ടായിരുന്നു. കാണുന്നില്ല. ബോധമില്ലാതെ ഒരു തുള്ളി വെള്ളം അകത്തോട്ട് ഉള്ളിലോട്ട് ഇറങ്ങാതെ ചുണ്ട് നനച്ച് തരുവാൻ വേണ്ടി മാത്രം പഞ്ഞീര് ചുണ്ടിൽ മുറിവുണ്ടാവാതിരിക്കാൻ പഞ്ഞീര് തേച്ച് തരുന്ന അത്ര വെള്ളമേ എൻ്റെ ചുണ്ടിലാണ് 3 ദിവസം കൊണ്ട് ഉള്ളിലും. അങ്ങനെ അഥവാ ഇറങ്ങിയാൽ അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒന്നും ആഹാരമില്ലാതെ വെള്ളവുമില്ലാതെ ഈ കാവൽക്കാർ എനിക്കിരിക്കുന്ന ശുശ്രൂഷിക്കുവാനിരിക്കുന്നവരെ കണ്ണ് വെട്ടിച്ച് അവിടെ അടുത്തും രോഗികളുണ്ട്, അവരാരും അറിയാതെ, അവിടുത്തെ നേഴ്സ് അറിയാതെ പിശാച് എന്നെ പൊക്കിയെടുത്തത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു മതിൽ കയറി ചാടി എൻ്റെ മൂക്കിൽ
കൂടെ ട്യൂബുണ്ട്, യൂറിയത്തിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാ മൂക്കിലുള്ളതിനൊക്കെ പറിച്ച് കളഞ്ഞു. അടുത്ത് യൂറിയത്തിലുള്ളത് അങ്ങനെ തന്നെ കിടക്കുക. അത് വലിച്ചിട്ടൊന്നും വരുന്നില്ല, എനിക്ക് ബോധമില്ല. അങ്ങനെ അതും കൊണ്ട് ഞാൻ ചാടി. അറിയില്ല ആ മെഡിക്കൽ കോളേജ് അന്ന് ഇന്നത്തെ മെഡിക്കൽ കോളേജല്ല, അന്നത്തെ മെഡിക്കൽ കോളേജ്. അന്ന് കാടും വലിയ എലിയും പാമ്പും ഇതിൻ്റെ ഇടയിൽ കൂടെ ചപ്പും ഓട ഇതിൽ കൂടെയൊക്കെ സഞ്ചരിക്കുവാണ്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു മതിൽ കയറി ചാടി മോർച്ചറിയുടെ അടുത്ത് വന്നപ്പോൾ അവിടെ മോർച്ചറിയുടെ അടിയിൽ കൂടെ ഒഴുകുന്നൊരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. ആ ഡ്രെയിനേജിലെ വെള്ളം 2 കൈ കൊണ്ട് കോരി കുടിച്ചു ഞാൻ. വെള്ളവസ്ത്രം ഇട്ടവരെ എനിക്കിഷ്ടമല്ല, പെന്തക്കോസുകാരെ ഇഷ്ടമല്ല, മൂലമിട്ടിടിക്കുന്നവരെ എനിക്കിഷ്ടമല്ല, അന്യഭാഷ പറയുന്നവരെ എനിക്കിഷ്ടമല്ല. എന്നെ ആ ഡ്രെയിനേജിലെ പുഴുവരിച്ച വെള്ളം കുടിക്കുവാനിടയായി തീർന്നു. ദൈവമക്കൾക്ക് വിരോധമായി ഞാൻ പ്രവർത്തിച്ചതുകൊണ്ട്, അന്യഭാഷയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചതുകൊണ്ട്. അങ്ങനെ അവിടുന്ന് കുടിച്ചു. നേരെ യാത്രയായി തിരുവനന്തപുരം താഴെ വരണം. പുലിയാർക്കോട്ട ആശുപത്രിയിലെ നേരെ ബാക്ക് സൈഡിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ സൈഡിൽ വന്നപ്പോൾ രാവിലെയായി. അവിടെ പൈപ്പിൽ നിന്ന് സഹോദരിമാർ വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്നു. അവിടുത്തെ നിന്ന് ഇച്ചിരി വെള്ളം ചോദിച്ചു. അവരൊരു പാത്രത്തിൽ വെള്ളം തന്നു. അത് കുടിച്ചു. അമ്പലത്തിൻ്റെ സൈഡിൽ പോയി കിടന്നു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വന്ന് ചോദിച്ചു, ചായ വേണോ എന്ന് ചോദിച്ചു. അവർക്കറിയാൻ ആശുപത്രിയിൽ നിന്ന് ചാടി വന്നതുകൊണ്ട് ആരും അങ്ങനെ നമ്മൾ ശല്യം ചെയ്യാൻ നിന്നില്ല. വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ചായ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഉടനെ മെഡിക്കൽ കോളേജിലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടുത്തെ വണ്ടി എടുത്തു കൊണ്ട് വന്നു. എന്നെ ലാത്തിക്ക് കുത്തി ജീപ്പിനകത്ത് കയറ്റി. കൈ കൊണ്ട് തൊടാൻ കഴിയില്ല, ഡ്രെയിനേജാ. അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് കാട്ടുപോത്തിന് പോലും ഞാൻ വഴിമാറാത്ത ഞാൻ, എന്നെ ഉപേക്ഷിച്ചു പോയ എൻ്റെ ഭാര്യ, ഞാനൊരു ഭ്രാന്തനെ പോലെ ഒന്നുമല്ലാതെ ആ ജീപ്പിൽ നിന്ന് ഇറക്കി നിർത്തുന്നത് എൻ്റെ ഭാര്യ കണ്ടപ്പോൾ അവളെ മനസ്സ് മരിഞ്ഞുപോയി. ഈ മനുഷ്യനോ ഇന്നലെ വരെ ഒരു ശൗലിനെ പോലെ നിന്ന ഒരു മനുഷ്യൻ ഇന്നൊരു കൊതുവിനെ പോലെ നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് മനസ്സരിഞ്ഞു പോയി. എന്നെ സ്നേഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ 2 നാളുകൂടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ട് അവർ ഡിസ്ചാർജ് ചെയ്തു, പുറത്ത് വിട്ടു. നേരെ എൻ്റെ മാമിയുടെ വീട്ടിലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുചെന്ന് അപ്പോഴാ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. എൻ്റെ മാമിയുടെ അടുത്ത് മൂത്ത മാമി വന്ന് പറഞ്ഞു, കണ്ണനെ അവിടേക്ക് കൊണ്ടുപോകാത്തത് എന്ന് പറഞ്ഞു. അതിന് മാമി അവരോട് പറയുന്നത് കേട്ട അവനൊന്നും കേൾക്കില്ല, അവൻ അനുസരിക്കില്ല, അതൊന്നും അവന് ഇഷ്ടമില്ല എന്ന് ഞാൻ അടുത്ത ഒരു റൂമിലിരുന്ന് ഞാൻ കേട്ടു. അവർ പോയതിന് ശേഷം ഈ മാമിയെ വിളിച്ചിട്ട് പറഞ്ഞു, മാമി പോവാമോ എന്ന് ഞാൻ ചോദിച്ചു. എന്നെ അതിലൂടെ കൊണ്ടുപോകാമോ ചോദിച്ചു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോവാം. അവർ TPM കാരാണ്. അവിടെ പോവാൻ പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിലേക്ക് അവിടെ കൊണ്ടുപോയി. ഓട്ടോയിലാണ് കൊണ്ടുപോയത്. എന്നെ അവിടെ കൊണ്ടുപോയപ്പോൾ എൻ്റെ അടുത്ത് സുവിശേഷം ആരും ദൂത് പറഞ്ഞിട്ടല്ല, ആരും ആലോചന പറഞ്ഞിട്ടല്ല, എന്നോട് ആരും പ്രവചിച്ചിട്ടല്ല, ആരും എന്നോട് വെളിപ്പാട് പറഞ്ഞിട്ടല്ല, ആരും എനിക്ക് ട്രാക്റ്റ് തന്നിട്ടല്ല, ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ല, ഒരു പ്രസംഗം കേട്ടിട്ടല്ല, ഒരു ട്രാക്റ്റിൽ കൂടെ കണ്ടിട്ടല്ല, ഒരു TV പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ യേശുവിനെ അറിഞ്ഞ വ്യക്തിയല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ ഒരു പാട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു പടയാളി വന്ന് എൻ്റെ കർത്താവ് എൻ്റെ അപ്പൻ്റെ നെഞ്ചത്ത് കുത്തുന്നതുപോലെ അന്ന് അവിടെ വച്ച് ഒരു പാട്ട് ഞാൻ കേട്ടു. ആ പാട്ട് ഇതായിരുന്നു. ആരെഴുതിയെന്നും ഇന്നെനിക്കും അറിയില്ല, അന്നും അറിയില്ല. എന്നാൽ ആത്മാവ് കൊടുത്ത് പാടിച്ചവനെനിക്കറിയാം. എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ചു ഒരുങ്ങിയിടുക, കാലമേറെയില്ലല്ല കാഹളം കേട്ടിടുക. ഈ പാട്ടെൻ്റെ
ചെവിയിൽ കൂടെ കേട്ട് എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി. ആമേ സ്തോത്രം. അവിടെ ഇരുന്ന അനേക പാർഷന്മാർ, 90-ലധികം പാർഷന്മാർ പ്രസംഗിച്ച സ്റ്റേജാണ്. അവിടെ പലരും വന്നപ്പോൾ പലരെയും ഉപദ്രവിക്കുകയും അല്ലാത്തവർ ഉപദ്രവിക്കുകയും ലഗ്യോനളായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആമേ സ്തോത്രം ഭൂതങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകുന്നതൊക്കെ എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഒരു ഇറച്ചിയോ മീനല്ല കഴിച്ചിട്ട്. അന്നവിടെ ദേവദാസന്മാർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി എൻ്റെ ഛർദ്ദിച്ച് പുറത്തു വന്നു. ചോദിച്ചു, ഇന്നലെ ഇറച്ചി കഴിച്ചോ? കൂടെ നിന്ന് എല്ലാവരും ഒത്തിരി ദിവസമായി എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു ഇറച്ചിയെ കഴിച്ചിട്ട്. ഉള്ള സാഹചര്യങ്ങളില്ല. ഉള്ളിൽ എങ്ങനെയോ ദുഷ്ടൻ അതിർക്കമിച്ച് കയറി. സ്തോത്രം. അതെന്നിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി തീരുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ കൺവെൻഷനൊക്കെ 9 ദിവസത്തോളം അവിടെ അയക്കുവാനും പോയി വരുവാനൊക്കെയും സഹായിച്ചു. വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2002 സുപ്രീം കോടതി നിയമം പുറപ്പെടുവിച്ചു. ഉണ്ടായിട്ട് പ്രകാരമുള്ളവരെ ഒക്കെ എടുത്ത് അകത്തിടണം എന്നുള്ളൊരു നിയമം വന്നപ്പോൾ അതിലും ഞാനും പെട്ടു. അന്ന് രാത്രിയിൽ എൻ്റെ ഭാര്യയും പിടിച്ചു, 2 കുഞ്ഞുങ്ങളെയും എടുത്ത് കിട്ടിയ സാധനം എടുത്തും കൊണ്ട് ഈ ദേശത്തുനിന്ന് 13 വർഷം മാറി താമസിച്ചു. മാറിച്ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനും പല ദാസിമാരെയും വെള്ളവസ്ത്രം ഇഷ്ടവരെ എനിക്കിഷ്ടമില്ലാത്ത അവരൊക്കെയും കണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ പറയും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വീടില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞാനിപ്പോൾ വാടകയ്ക്കാണ് എന്നൊക്കെ അവരോടൊക്കെ പറയുവാനും ഇടയായിത്തീർന്നു. പ്രാർത്ഥിക്കാം. സഭയിലൊക്കെ വെച്ച് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. അങ്ങനെ ഇരിക്കെ 13 വർഷമായി പവർ ക്യാമ്പിനൊക്കെ ചെന്നിരിക്കും. അതിനൊക്കെ പോയിട്ടുണ്ട്. SK ഫ്രാൻസിസിൻ്റെ മീറ്റിങ്ങിനൊക്കെ മദ്രാസിൽ പൂണ്ടിയിലൊക്കെ പോയി ഇരിക്കുവാനൊക്കെയും ദൈവവചനം കേൾക്കുവാനും. വിദ്യാഭ്യാസമില്ല, ദൈവം തന്നിട്ടല്ലാതെ എനിക്കൊന്നും പറയുവാനൊന്നും കഴിയുകയില്ല. ഇന്നും വന്നു. അങ്ങനെ 13 വർഷങ്ങൾക്ക് ശേഷം കേസുകളൊക്കെ ഒരുവിധം എല്ലാം തീർന്നു. ഈ ദേശത്തേക്ക് മടങ്ങി വന്നു. 2 മക്കളാണ്. വിശ്വാസത്തിൽ തന്നെയാണ്. മരിയാപുരം ഒരു ചർച്ചിലാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു പെന്തക്കോസ്ത് ചർച്ചിലാണ്. അങ്ങനെ എൻ്റെ 2 മക്കളും ഞാനും എൻ്റെ ഭാര്യയായിട്ട് രാവിലെ ഇവിടെ നിന്ന് തിരിക്കും. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകും. എൻ്റെ 2 മക്കളും എൻ്റെ 2 ഇടതും വലതും ഇരിക്കും. അത് പിശാചിനെ കണ്ടിട്ട് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അങ്ങനെ ഈ ദേശത്തൊന്ന് പാർക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മൂത്ത മകൻ 23.5 തിരുവയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അവൻ ഭയങ്കര വിശ്വാസിയാണ്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 19 ദിവസം ഉപവസിക്കുകയും വെള്ളം കുടിക്കാതൊക്കെ ഇരുന്ന ദിനങ്ങളുണ്ട്. പിറ്റേ മാസം 7 ദിവസത്തെ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 5 ദിവസം ഉപവസിച്ചു. അന്ന് ഓഹി ദുരന്തമാണ് 2017. അതിൽ ഞായറാഴ്ചരന്ന് പ്രശാന്ത് എന്ന് പറയുന്നവന് കൂട്ടുകാരോട് പറയണവൻ, പ്രശാന്ത് ചേട്ടാ, എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ, ഇവിടെ കിടന്ന് ഉപ്പ് വെള്ളം കുടിച്ച് മരിക്കാതെ. അന്നത്തെ ആരാധന കഴിഞ്ഞു. ഞായർ, തിങ്കൾ, ബുധനാഴ്ച, ചൊവ്വാഴ്ചരന്ന് മരിയാപുരത്ത് ഐര എന്ന് പറയുന്ന സ്ഥലത്തൊരു പ്രാർത്ഥനയുണ്ട്, ഒരു ഭവനത്തിൽ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ്, രാധാകൃഷ്ണൻ പേര് അവിടെ വന്ന് ചെറുതായിട്ടൊരു മെസ്സേജ് കൊടുക്കണം, അതിന് പ്രാർത്ഥിച്ചൊരുങ്ങി വരണം എന്നൊക്കെ പറഞ്ഞു. ശരി പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാനതായി അന്ന് ഇവിടൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല, അവിടെ ഫ്രണ്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരിക്കലും ഞാൻ പാടാത്ത ഒരു പാട്ടൊക്കെ അന്നൊക്കെ എടുത്ത് വെച്ച് പാടി ഒരുങ്ങി 2 വചനമൊക്കെ ഉള്ളിൽ ഗ്രഹിച്ച് വെച്ചിട്ട് ഇവിടുന്ന് പോകുന്ന വഴിക്ക്, എൻ്റെ വഴിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ മൂത്ത മോനെ ഭാര്യയും ഞാനുമായിട്ട് അവനെയും വിളിച്ചും കൊണ്ട് ഐര എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് മെസ്സേജ് തന്ന ദൈവം തന്ന ആലോചന പറയുകയും ആ പാട്ടൊക്കെ പാടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അന്ന് അവിടെ നിന്ന് എനിക്ക് നമുക്ക് തേയിലയും, ഒരു പാവപ്പെട്ട കുടുംബം,
ബ്രെഡൊക്കെ തന്നു. അത് കഴിച്ചും കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരമ്മച്ചിയുണ്ട് നമ്മളെ കൂടെ, ഈ പാർഷ അമ്മ, 19 വയസ്സ് വരും. നമുക്ക് മുന്നേ അവർ വണ്ടിക്കകത്ത് കയറിക്കോളും. അവർ പുറത്തിറങ്ങിയപ്പോൾ പറയാണ്, രാധാകൃഷ്ണൻ വേറെ നിങ്ങളെ മോൻ നിങ്ങളെ തന്നെ വായിൽ നോക്കിക്കൊണ്ടിരുന്നു. സന്തോഷിച്ചു ഞാനും. അത് കഴിഞ്ഞ് പുറത്ത് നമ്മൾ വീട്ടിൽ ഇവിടെ വന്നു. അപ്പുറത്ത് ചെറിയ ഷെഡിലാണ് നമ്മൾ കഴിയുന്നത്. അവിടെ ഇരിക്കുമ്പോൾ രാത്രി വന്നിട്ട് ബൈബിൾ എടുത്ത് വായിക്കുന്ന കണ്ടു. അത് കഴിഞ്ഞ് മൂടുന്ന പുതപ്പെടുത്ത് തലയിൽ കൂടെ മൂടി ഇരിക്കുന്നതും ഞാൻ കണ്ടു. അവൻ കിടക്കുന്നതും കണ്ടു. ഒരു ചെറിയ റൂമിലാണ് നമ്മൾ 4 പേരും കിടക്കുന്നത്. എൻ്റെ ഇളയ മോൻ അന്ന് മംഗലാപുരത്ത് വെൽഡിങ്ങിൻ്റെ വർക്ക് അവൻ ചെയ്യുന്നത്. അന്നറിയത്തില്ല, അന്ന് അന്ന് മംഗലാപുരത്ത് പണിക്ക് പോയിരിക്കുന്നു, കഴക്കൂട്ടം മംഗലാപുരത്ത്. നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ അവൻ കിടക്കുന്നത് കണ്ടു. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ താമസിച്ച് എണീറ്റത്. പലരും എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. അന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഫോൺ എൻ്റെ എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്, സൈലൻ്റ് ആക്കിയിട്ടത് ഞാൻ അറിയുന്നില്ല. പലരും എൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, അറിയുന്നില്ല. എൻ്റെ വീട്ടിൻ്റെ വാതിക്കലൊന്ന് മുട്ടിയപ്പോഴാണ് അറിയുന്നത് ക്രിസ്തിക്ക് ആക്സിഡൻറ്റ് പറ്റി വരണം. ഇവിടെ നോക്കുമ്പോൾ അവനെ കാണാനില്ല. ശരിയായിരിക്കും. ഇവിടുന്ന് നേരെ നെയ്യാറ്റിൻകര പോയി. അതിന് 2 ദിവസത്തേക്ക് മുമ്പേ എൻ്റെ മകൻ മെഡിക്കൽ കോളേജിൽ ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് ആക്സിഡൻ്റ് ആയി കിടക്കുന്നവനെ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കി അവന് ബ്ലഡും കൊടുത്തിട്ട് വന്ന മോനാണ്. എൻ്റെ മോൻ ആക്സിഡൻ്റായിട്ട് കിടന്നപ്പോൾ ആരുമില്ലായിരുന്നു. മണിക്കൂറോളം അവിടെ കിടക്കുവാനിടയായി തീർന്നു. നമ്മൾ സഹായിക്കുന്നവരാരും, നമ്മൾ പ്രതീക്ഷിക്കുന്നവരാരും തിരിച്ച് നമ്മളെ സഹായിക്കണമെന്നും നമ്മളെ താങ്ങണമെന്നും ഇല്ല. അതെല്ലാം അപ്പൻ്റെ ഹിതം പോലെ നടക്കൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നവരാരും നമുക്കുണ്ടാവണമെന്നില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കെ അവനെ മറ്റുള്ള നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു. പാറശാല ആശുപത്രി കാണിച്ചു. ആരോ തിരിച്ച് താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നില്ല, അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് നിർത്തിയിട്ട് ആ ആംബുലൻസിൽ കയറ്റി നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എനിക്ക് പ്രാർത്ഥിക്കുവാനോ ഒന്നിനും അവനെ നോക്കിയിട്ട് കഴിയുന്നില്ല. എൻ്റെ വാ അനങ്ങുന്നില്ല, നാക്ക് പൊങ്ങുന്നില്ല. കിടക്കുന്നത് കണ്ടില്ലേ, 23.5 വയസ്സായ എൻ്റെ മകൻ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവൻ അവിടെ വച്ച് മരണപ്പെടുവാനിടയായിത്തീർന്നു. എൻ്റെ ഇളയ മോനും അവിടെ വന്നു. അവനെ കൂടെ കണ്ടപ്പോൾ എൻ്റെ സമതല തെറ്റിപ്പോയി. അവനെയും കെട്ടിപ്പിടിച്ച് ആ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ തറയിൽ കിടന്ന് ഉരുണ്ടതും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്ന ഞാൻ, തലേ ദിവസം പ്രസംഗിച്ച ഞാൻ, എൻ്റെ മകൻ 19 ദിവസം ഉപവസിച്ചവൻ, പിറ്റേ മാസം 7 ദിവസം ഉപവസിച്ചവൻ. ഇതെല്ലാം ഓർക്കുമ്പോൾ ഈ ദൈവം എന്തിന് സേവിക്കണം, ഇതെന്തോന്ന് ദൈവം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഇതിനു മുമ്പേ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ പറഞ്ഞു, മക്കളെ, അച്ഛൻ മരിച്ചാൽ ഇവിടെ അടക്കരുത്. എന്ത്? അത് നിനക്ക് ജനിക്കുന്ന മക്കൾ ചോദിക്കും, യവനെ ഇവിടെ അല്ലാതെ വേറെ വല്ലതും അടക്കാൻ സ്ഥലമില്ലേ, കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അത് നീ കേൾക്കാണ്ടിരിക്കാൻ എന്നെ കല്ലറകളുണ്ട്, മലമുകളിൽ പൈസ കൊടുത്ത കല്ലറയൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടടയ്ക്കാൽ മതി. അതിന് പറഞ്ഞത് ഞാനാണെങ്കിലും അവന് വേണ്ടി ടാർപ്പ കെട്ടുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അതേ കല്ലറയിൽ അവനെ കൊണ്ടടക്കിയിട്ട് തിരിച്ച് ഞാൻ വന്നു. അന്ന് ഈ വീട് വാർത്തിട്ടയ്ക്കുന്നതേ ഉള്ളൂ. ഞാൻ അടക്കവും കഴിഞ്ഞിട്ട് എല്ലാവരെ പോലെ സമാധാനത്തിന് വേണ്ടി മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഈ ദൈവത്തെ എനിക്കറിയാം. മെഡിക്കൽ കോളേജിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞവരെ ദൈവം ജീവൻ കൊടുത്തതും, ക്യാൻസർ സെൻ്ററിൽ ചെന്ന് ക്യാൻസർ രോഗികളെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമായതും, പലർക്കും പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായതും ഈ ദൈവം എന്നിൽ കൂടെ പ്രവർത്തിച്ചു എന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. എങ്കിലും അടക്കമൊക്കെ കഴിഞ്ഞിട്ട്, ദൈവമേ, എനിക്ക് നീ കാണിച്ചു തരണം എൻ്റെ മകനെ.
എനിക്കറിയാണ്ട് ഒന്നേ ഉള്ളൂ, ഇന്ന ദിവസങ്ങളൊക്കെ ഉപവസിച്ചതാ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തതാ. വെളിപ്പാട് സിനിമ പിടിക്കുവാൻ വേണ്ടി എഴുതി വച്ചിരിക്കുക. ഒരു ഷോർട്ട് ബലൂൺ പിടിച്ചു. മദ്യപാനികൾ മദ്യപിച്ച് നശിച്ചു പോകുന്നതിനെക്കുറിച്ചൊരു ഷോർട്ട് ബലൂൺ അരിപ്പുറത്ത് ചെന്ന് അവൻ പിടിച്ചതും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞതാണ്. പാപമെത്ര കടിഞ്ചോപ്പാൽ ഹിമം പോലെ വെളുക്കുക, രക്താമ്പലം പോലെ ആയിരുന്നാൽ അത് പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് തിരുവചനം എഴുതി വച്ചിരിക്കും. ഞാൻ നിന്റെ സന്നിധിയിൽ എൻ്റെ തെറ്റുകളെ ബോധിപ്പിച്ചവനാണ്. അപ്പയമ്മമാർ പച്ചമുദ്രിക്കുന്ന മക്കൾക്ക് പുളിക്കില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്കറിയാനുള്ളത്, എൻ്റെ മകൻ നിൻ്റെ പക്കലാണോ അത് പിശാചിൻ്റെ കരത്തിലാണോ എന്നെനിക്കറിയണം. ഇത് മാത്രം മതി. അങ്ങനെ അപ്പോഴത്തെ കണ്ണുനീര് ഓർക്കണം. കർത്താവിൻ്റെ കണ്ണുനീര് കൂടെ വന്നത് രക്തത്തുള്ളികളാണ്. കർത്താവ് മനുഷ്യൻ്റെ മുമ്പിൽ അഡിക്റ്റ് ആവുമെന്ന് കേട്ടാൽ ഒരേ ഒരു വിഷയത്തിനെ മനുഷ്യൻ്റെ മുമ്പിൽ അഡിക്റ്റ് ആവുകയുള്ളൂ. അവൻ സ്വർഗം വെടിഞ്ഞ് ഒരു മന്ദലക്കാരി മറിയയുടെ കണ്ണുനീര് കണ്ട് സ്വർഗാരോഹണത്തിന് മുമ്പ് മടങ്ങി വന്ന ഒരു യേശുവിനെ എനിക്കറിയാം. സ്വർഗാരോഹണത്തിന് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ രക്തം ഭൂമിയിലേക്ക് ചീന്തിയിട്ട് തിരുരക്തവും കൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതാകുന്നു. ആ യാത്ര മുടങ്ങി ഒരു മറിയ നിന്ന് കരയുന്ന കണ്ടിട്ട് മടങ്ങി വന്നു. എന്തിനാ കരയുന്ന ചോദ്യത്തിന് സ്തോത്രം. അതുകൊണ്ട് എൻ്റെ കണ്ണീരിന് മുമ്പിലും എൻ്റെ കർത്താവിന്, എൻ്റെ യേശപ്പച്ചനും മറഞ്ഞിരിക്കുവാൻ കഴിയേയില്ല. എനിക്കൊരു കാഴ്ചപ്പഴ് കാണിച്ചു തന്നു. ഒരു ഡയമണ്ട് ആകൃതിയിൽ ഒരു ഡയമണ്ട്, അതിൽ വെള്ളയും സൂര്യൻ ഉദിച്ചു വരുന്ന കളറും വെള്ളമേഘവും അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കടന്നു എന്ന് കാര്യം സാധിപ്പിച്ച് അത് വേഗത്തിൽ മടങ്ങി വരുമെന്ന് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിങ്ങനെ ആ ഡയമണ്ട് കോളം എൻ്റെ നെറ്റിയിലേക്ക് മുഖത്തേക്ക് വന്നടിച്ചിട്ട് അത് മടങ്ങി വന്നതിനും ഇരട്ടി സ്പീഡായി അത് മടങ്ങിപ്പോയി. അതിങ്ങനെ വന്നടിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തുന്ന തീയിൽ വെള്ളമെടുത്തൊഴിച്ചതുപോലെ ഒരു തണുപ്പുണ്ടായി. ശാന്തനായി ഞാൻ ആ റൂമിലേക്ക് ഞാൻ ചെന്ന് കിടന്നു. പിറ്റന്നായപ്പോൾ വട്ടപ്പാറ താമസിച്ച് വരുന്ന പത്തനാപുരത്തുള്ള ഒരു ജോജി പി വെന്നി എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ തേടി ഇവിടെ വന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിട്ട് അതെല്ലാം കേട്ട് അദ്ദേഹം വെച്ചിട്ട് ഇറങ്ങാൻ സമയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, വേറെ കണ്ട ആ ദർശനം ഇതാണ്. ഡയമണ്ട് കാണിച്ചു തന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ടെന്ന. അത് കേട്ടപ്പോൾ അതെനിക്ക് ആ പൊരുൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു. എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് വഴിതെറ്റിപ്പോവാൻ ഇടയായിത്തീർന്നില്ല. മകൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകാനൊന്നും ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. അതുകൊണ്ട് അത്രമേൽ കഷ്ടത്തിൽ പറയാൻ കാരണം, അത്രമേൽ കഷ്ടത്തിലും ഭാരത്തിലും എനിക്ക് നഷ്ടങ്ങൾ വന്നിട്ടും നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവമുണ്ട് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഇന്നും ആ ദൈവത്തെ പിന്തുടരുകയാണ്. ദാവീദിൻ്റെ കുഞ്ഞ് മരിച്ചുവോ എന്നുള്ള ചോദ്യത്തിന് അതേ, മരിച്ചുപോയി. ഒരിക്കലും അവൻ എൻ്റെ അടുക്കലേക്ക് വരികയില്ല, ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോകുന്നത് മാർഗം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരുവചന പ്രകാരം ഇന്നും ജീവിക്കുന്നു. പരിശുദ്ധ ആത്മാവിൻ്റെ കരങ്ങളിൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും എല്ലാം ദൈവസന്നിധി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒന്നുമില്ലാത്ത, ഒരു യോഗ്യതയില്ലാത്ത സാക്ഷ്യത്തിനെ ചുരുക്കുകയാണ്. ഒരു യോഗ്യതയുമില്ലാത്ത എനിക്ക് ഒരു വിദ്യാഭ്യാസമില്ലാത്ത എനിക്ക് ഒരു മിനിസ്ട്രി ഞാൻ നടത്തുവാൻ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന്. ഈ 2026 1-ാം മാസം
തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് കിൻസിലി ചെല്ലൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് നേരിട്ട് ചെന്ന് കണ്ട്, ഞാനിതൊരു മിനിസ്ട്രി ഉണ്ട്, എനിക്ക് ആ മിനിസ്ട്രി വന്ന് ഉദ്ഘാടനം കഴിക്കാൻ പ്രാർത്ഥിക്കണം, പ്രസംഗിക്കണം, അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ 10,000-ലധികം ചർച്ചുള്ള അദ്ദേഹം കേട്ടിട്ട് വരാം, വരും, കണ്ടിപ്പാ വരും. ഞാൻ പറഞ്ഞ് ഭാഷ മാത്രമല്ല, ഭാഷയും കുടുംബമായിട്ട് വരണം. ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി സഞ്ചരിച്ച് വേറെയും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് ഒരു കുടുംബമായി എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ മിനിസ്ട്രി പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ആ മിനിസ്ട്രി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ സാധനമൊക്കെ ഞാൻ മേടിച്ചു. ബോക്സ്, ലൈറ്റ്, മിക്സർ, ആംപ്ലിഫയർ, കീബോർഡ്, ജനറേറ്റ് ഇതെല്ലാം മേടിച്ചു. ഇനി എനിക്ക് ആവശ്യമുള്ളത് ഒരു വാഹനമാണ്. ആന്ധ്രയ്ക്ക് മീറ്റിംഗ് ആയി കിടക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യാൻ പറ്റാതെ. ആന്ധ്രയ്ക്ക് 2 മീറ്റിംഗ് ചെയ്യാൻ കിടക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും ചെയ്യാൻ കിടക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ട്രെയിൻ മാർക്കം പോയി ഞാൻ കോഴിക്കോട് പോയി മീറ്റിംഗ് നടത്തുവാൻ ദൈവം സഹായിച്ചു. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 125-ലധികം ഈ സുവിശേഷ യാത്രാ മിനിസ്ട്രി എന്ന് പറയുന്ന മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർ, ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത എന്നെ എൻ്റെ ദൈവത്തിന് വേണം. ആ ദൈവം എന്നോട് ചേർന്ന് നിൽക്കാൻ 125-ലധികം പരം സഹോദരന്മാർ, പാസ്റ്റർമാർ, സഹോദരിമാർ എന്നോടൊപ്പം ഒന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ ദൈവത്തെ വിട്ട് എനിക്കെവിടെ പോകാൻ കഴിയും? പാതാളത്ത് പോയി കിടക്ക വിരിച്ചാൽ അവിടെ എൻ്റെ അപ്പനുണ്ടെന്ന് പറയുന്നു. സമുദ്രത്തിൻ്റെ അടിയിൽ പോയി കിടക്ക വിരിച്ചാൽ അവിടെ അപ്പൻ്റെ കരമുണ്ട്. ഈ യേശു കർത്താവിനെ കയ്യിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല, ആർക്കും അത് സാധിക്കുകയില്ല. ഒരു നാൾ ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും. ഈ ലോകത്തിൻ്റെ കോടതിയിൽ മുഖ്യ കേസുണ്ടായാൽ നിൽക്കണമെങ്കിൽ ദൈവത്തിനൊരു കോടതിയുണ്ട്. ആ കോടതിയിൽ ഞാനും നിങ്ങളും ഒരു നാൾ നിൽക്കേണ്ടി വരും. സ്തോത്രം. ഇവിടെ എൻ്റെ മനുഷ്യ ഓർത്ത് കേൾക്കുന്നവർ പ്രാർത്ഥിക്കണം. എനിക്കൊരു വാഹനം വേണം. ആ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം താഴെ അനുഗ്രഹിക്കട്ടെ.